എല്ലാവർക്കും ഉത്തരം പറയാൻ താല്പര്യമുള്ള ആ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. RCBക്ക് അവരുടെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമോ? IPL ചരിത്രത്തിൽ തന്നെ രണ്ട് ടീംസ് ആണ് ബാക്ക് ടു ബാക്ക് ടൈറ്റിൽസ് അടിച്ചിട്ടുള്ളത്. ഒന്ന് മുംബൈ ഇന്ത്യൻസ്, രണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ്. ഈ ചോദ്യത്തിലേക്ക് വന്നപ്പോൾ എന്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡൗട്ട് RCB പ്ലേയേഴ്സ് ഈ സീസൺ ഏത് മെന്റാലിറ്റി വെച്ച് അപ്രോച്ച് ചെയ്യുമെന്നുള്ളതായിരുന്നു. കാരണം ഒരു വർഷം ടൈറ്റിൽ അടിച്ചിട്ട് അതേ മോട്ടിവേഷനോടെ വീണ്ടും വന്ന് കളിക്കാൻ ഒരു ചാമ്പ്യൻസ് DNA വേണം. ഇന്നലത്തെ കളി കണ്ടപ്പോൾ എന്റെ ആ സംശയമെല്ലാം മാറിക്കിട്ടി. കാരണം RCB ചാമ്പ്യൻസിന്റെ കോൺഫിഡൻസോടെയാണ് കളിക്കുന്നത്. അവർ ഹംഗ്രിയുമാണ് സക്സസിന്. 17 വർഷം മിസ് ഔട്ട് ചെയ്ത് അവർക്ക് ഇനി ഒരു വർഷം പോലും പാഴാക്കാനില്ല എന്നുള്ള രീതിയാണ് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇനി നമുക്ക് ഇന്നലത്തെ മാച്ച് അനാലിസിസിലേക്ക് വരാം. ടോസ് കിട്ടിയ പട്ടിഡാർ SRHനെ ബാറ്റിങ്ങിന് അയക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ജേക്കബ് ഡഫിയുടെ പെർഫോമൻസ് ആണ്. 2025 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 81 വിക്കറ്റ് കൊണ്ട് ടോപ്പ് വിക്കറ്റ് ടേക്കറായ ജേക്കബ് ഡഫിക്ക് അദ്ദേഹത്തിന്റെ ആ ഫോം 2026 T20 വേൾഡ് കപ്പിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ വാട്ട് ആൻ IPL ഡെബ്യൂ. ഹേസൽവുഡ് ഇല്ലാത്ത RCB ബോളിംഗ് ലൈനപ്പിന് മേലെ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യചിഹ്നങ്ങളും ജേക്കബ് ഡഫിയുടെ 3-4-22 എന്നുള്ള സ്പെല്ലിലൂടെ മാറി. SRH ബാറ്റിംഗിന്റെ നട്ടല് തന്നെ ജേക്കബ് ഡഫി തല്ലി ഒടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹേസൽവുഡ് RCBയുടെ തേർഡ് മാച്ച് തൊട്ട് ഫിറ്റ് ആൻഡ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇത്രയും ഫോമിൽ കളിക്കുന്ന ഡഫിയെ നിങ്ങൾക്ക് ബെഞ്ചിൽ ഇരുത്താൻ സാധിക്കുമോ? ഇവിടെയാണ് എന്റെ ഒരു സജഷൻ. റൊമാരിയോ ഷെപ്പേർഡിന്റെ മസിൽ നിങ്ങൾ ട്രേഡ് ഓഫ് ചെയ്യാൻ റെഡിയാണെങ്കിൽ വെങ്കടേഷ് അയ്യറിനെ ഒരു ഫ്ലോട്ടർ എന്ന രീതിക്ക് 11ലേക്ക് എടുത്ത് ജേക്കബ് ഡഫിയെയും ഹേസൽവുഡിനെയും ഒരുമിച്ച് കളിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ലീഗിലെ തന്നെ ബെസ്റ്റ് പേസ് ബോളിംഗ് അറ്റാക്ക് നിങ്ങളുടെ ആയിരിക്കും. ഹേസൽവുഡ്, ഡഫി, ഭുവനേശ്വർ കുമാർ. ഇത് RCB തിങ്ക് ടാങ്കിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തലവേദന തന്നെയാണ്. നമുക്ക് മാച്ചിലേക്ക് തിരിച്ചു വരാം. ടോപ്പ് ഓർഡർ കൊളാപ്സ് ആയ SRHനെ ഇഷാൻ കിഷന്റെ 38 പന്തിലെ 80 അതുപോലെ തന്നെ ക്ലാസിന്റെയും അനികേത് വർമ്മയുടെയും ക്യാമിയോസ് 201 എന്നുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചു. പക്ഷെ ചിന്നസ്വാമിയിൽ 201 എന്നുള്ള ഒരു സ്കോർ SRHന് അവൈലബിൾ ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ വളരെ ഷോർട്ട് ആയിരുന്നു. ഈ വർഷം SRHന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ കളിയും പാർ സ്കോറിന് മേളിൽ അവരുടെ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പ് 30 to 50 റൺസ് അഡീഷണൽ അവരുടെ ബോളിംഗ് യൂണിറ്റിന് എടുത്തു കൊടുത്തേ മതിയാകും. നമുക്ക് RCBയുടെ ചേസിലേക്ക് വരാം. ഫിൽ സോൾട്ടിന് ആയും തന്നെ നഷ്ടപ്പെട്ടെങ്കിലും പിന്നെ അവിടെ കാണാൻ സാധിച്ചത് ദേവ്ദത്ത് പടിക്കലിന്റെ അഴിഞ്ഞാട്ടമാണ്. 26 പന്തുകളിൽ 61 റൺസിന്റെ ഒരു ബീസ്റ്റ് മോഡ് ഇന്നിംഗ്സ്. വിജയ് ഹസാരയിൽ അദ്ദേഹം കാഴ്ചവെച്ച ഫോം IPLലേക്കും ട്രാൻസ്ലേറ്റ് ആകുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യറുമായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷൻ അദ്ദേഹത്തെ പോസിറ്റീവായി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ RCBയുടെ റിക്രൂട്ട്മെന്റിന് വീണ്ടും ഒരു സല്യൂട്ട്. അപ്പുറത്തെ എൻഡിൽ നിന്ന് വിരാട് കോഹ്ലി ബിസിനസ് ആസ് യൂഷ്വൽ. 200+ റൺ ചേസ് ഒരു കേക്ക് വാക്ക് പോലെയാണ് അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്തത്. വിജയം സുനിശ്ചിതമായതിനു ശേഷം അവർ കിൽ സ്വിച്ച് അമർത്തുകയും ചെയ്തു. പട്ടിഡാറിന്റെയും ടിം ഡേവിഡിന്റെയും ക്യാമിയോസ് RCBയുടെ നെറ്റ് റൺ റേറ്റ് ഉയർത്താനും സഹായിച്ചു. സോ ക്യാൻ RCB ഡു ഇറ്റ്? എല്ലാ ബോക്സുകളും ഇപ്പൊ ടിക്ക് ആവുന്നുണ്ട്. ഫിൽ സോൾട്ടിന്റെ ഫോം മാത്രമാണ് ചെറിയൊരു കൺസേൺ. പക്ഷെ ജേക്കബ് ബത്തൽ ബാക്കപ്പ് ആയിട്ട് ബെഞ്ചിലും ഇരിപ്പുണ്ട്. സോ എന്റെ അഭിപ്രായത്തിൽ RCB ഒരു സീരിയസ് കണ്ടന്റർ തന്നെയാണ് അവരുടെ ടൈറ്റിൽ നിലനിർത്താൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? RCBക്ക് ഈ വർഷം അവരുടെ ടൈറ്റിൽ നിലനിർത്താൻ സാധിക്കുമോ? അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേർഡിന് പകരം ഹേസൽവുഡ് ഡഫി കോമ്പിനേഷൻ കളിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സിൽ രേഖപ്പെടുത്തൂ. അടുത്തൊരു ക്രിക്കറ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.